ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നാറി, പരനാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ആരുമല്ല, ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി. ഞാൻ അങ്ങനെ തന്നെ പറയും. ഇതിന്റെ പേരിൽ ഇനി എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പാഞ്ഞു വരുന്ന ടിപ്പറിന്റെ അടുത്തും പട്ടിയുടെ അടുത്തും ഒന്നും ആരും നെഞ്ചും പിരിച്ച് നിൽക്കാറില്ല, ഓടാറേ ഉള്ളു. അപ്പൊ നമുക്ക് എന്തായാലും ഇവളാ ഇവനും പറയാൻ വേണ്ടി പറ്റില്ല. ഈ ഓളെന്ന് പറയാൻ എനിക്ക് വന്നു പോകുന്നു കേട്ടോ. ഓളെന്ന് എന്നാ ഇവർ പറയണ്ടേ? ഇവനെന്നാ ഞാൻ പറയണ്ടേ? ഓനല്ല ഓളുമല്ല. ഇതെന്തിനത് ഒരു ആണും പെണ്ണും കെട്ട് കോലം? ഈ നായി അങ്ങനെ പറയാല, ഈ നായി അങ്ങനെ മതി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഈ നായി പരമാറി പരപ്പു. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ എടുക്ക്, വീഡിയോ ഓണാക്കും മോളെ. എന്നിട്ട് ഈ പരപ്പൂറനോട് ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെ തെറി വിളിക്കരുത്. ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങൂരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. നീ എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്തോന്ന് ഫുൾ നേക്കഡ്. നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണ് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? എന്തൊരു തണുപ്പല്ലേ! വൃത്തികെട്ട ജീവി. അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ, മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. അല്ല ഒരു 1 മില്യൺ ഉള്ള ഒരാൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസിറും പുളിയില്ലാത്തവനെ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് എനക്കിടാ. എന്താ ഈ കാണിക്കണ ഇടിച്ച് നിരപ്പാക്കല്ലേ? ആകെ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താണെന്നറിയോ? മറ്റേ ഫഹദുക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക്, നിനക്ക് അതേ പറ്റൂ.